ഹായ് കേസ്, ഞാൻ ഷാനിക്കടവത്ത്. അപ്പോൾ ഞാൻ മുൻപ് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് ഞാനത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. അതായത് സാമ്പത്തിക ശാസ്ത്രം എന്നാൽ ഇക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ഹ്യൂമൻ ബോൺസ്. ഇങ്ങനെയാണ്, അതായത് ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിതരണത്തിൻ്റെയും ഉപഭോഗത്തിൻ്റെയും പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. അവയുടെ ചരക്കുകളും സേവനങ്ങളെയും പഠനം സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് ഇത്രയും പറയുമ്പോൾ നമുക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ടൈം ലൈൻസ്, അതിൻ്റെ ഹിസ്റ്ററി ഓർ തോട്ട്സ് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, സാധാരണ ചരിത്രം പോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിനും ഒരു ചരിത്രമുണ്ട്. അത് ആൻഷ്യൻ്റ്, ക്ലാസിക്കൽ, സോഷ്യലിസ്റ്റ്, ഓസ്ട്രിയൻ സ്കൂൾ, മാർജിനലിസ്റ്റ് സ്കൂൾ ഓർ ഇൻസ്റ്റിറ്റ്യൂഷണലിസം, നിയോ ക്ലാസിക്കൽ സ്കൂൾ, കെയ്ൻസ്, മിൽട്ടൺ ഫ്രീഡ്മാൻ, മോഡേൺ, അങ്ങനെ പോകുന്നു സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ചരിത്രങ്ങൾ. അതിനകത്ത് നമ്മൾ ആൻഷ്യൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഹിബ്രു, അതായത് യഹൂദ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള, പിന്നെ അതുപോലെ തന്നെ പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, സെനഫൺ, സ്കോളസിസം, അതിനകത്ത് സെൻറ്റ് തോമസ് അക്വിനാസ്, അത് മിഡിൽ ഏജിലാണ്. അത് മധ്യകാലഘട്ടത്തിലുള്ള സാമ്പത്തിക ശാസ്ത്രം. മധ്യകാലഘട്ടത്തിലുള്ള സാമ്പത്തിക ശാസ്ത്രം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം അത് ഇരുണ്ട യുഗമാണെങ്കിലും അത് ഭൂരിഭാഗവും പൗരാണിക കാലഘട്ടത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ്. കാരണം ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച്, സാമ്പത്തിക ശാസ്ത്രത്തിൽ ഭൂരിഭാഗവും ഈ മധ്യകാലഘട്ടത്തിലുള്ള സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഇതിനിടയിൽ നിയോ മെർക്കൻറ്റിലിസം എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വിഭാഗമുണ്ട്. സെൻറ്റ് തോമസ് മൺ ഇംഗ്ലീഷിലെ ഇംഗ്ലണ്ടിലുള്ള ഒരു ട്രഷററാണ്. ഫോറിൻ ട്രേഡിനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ സർ ഡേവിഡ് ഹ്യൂം, അതുപോലെ തന്നെ വില്യം പെറ്റി, റിച്ചാർഡ് കാൻഡ്ലൺ, പിന്നെ ഫിസിയോക്രസി ആയിട്ടുള്ള ആൾക്കാർ, അതിൽ ഫ്രാൻകോയിസ് ക്വനെ, പിന്നെ ആൻഡ് റോബർട്ട് ജാക്കിസ് ടെർഗോട്ട്, മൈക്കിസ് മിറാബിയോ, ഇങ്ങനെ പോകുന്നു അവർ ഫിസിയോക്രസി. അതിനുശേഷം വന്ന ക്ലാസിക്കൽ എക്കണോമിക് തോട്ട്സ്. അവിടെ നിന്നാണ് നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ അതിനെക്കുറിച്ചുള്ളൊരു അതിൻ്റെ പ്രാധാന്യം, ഇങ്ങനെയൊരു ശാസ്ത്രമുണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അതിന് മുമ്പൊക്കെ ഈ ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇതിനു മുമ്പ് ഇങ്ങനെയൊരു ശാസ്ത്രമുണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ്. അത് പ്രത്യേകിച്ച് ഫാദർ ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ആഡം സ്മിത്താണ്. വെൽത്ത് ഓഫ് നേഷൻസ്, അദ്ദേഹത്തിൻ്റെ വെൽത്ത് ഓഫ് നേഷൻസ് 1776 അദ്ദേഹം കൂടുതൽ അവർ ഫോളോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസസ് ഫെയർ പോളിസി, അതായത് അലൗ ടു ഡു, ഓപ്പൺ ഇക്കണോമിക് സിസ്റ്റത്തിൽ അലൗ ടു ഡു എന്ന് പറഞ്ഞ ഒരു പോളിസിയാണ്. അതിന് ഫോളോ ചെയ്തു വന്ന ഡേവിഡ് റിക്കാർഡോ, അവരും ക്ലാസിക്കൽ ഇക്കണോമിക്സുകളാണ്. അവരൊക്കെ ഫോളോ ചെയ്യുന്നത് അലൗ ടു ഡു, അതായത് ലേസസ് ഫെയർ പോളിസിയാണ്. പിന്നെ ഈ ഡേവിഡ് റിക്കാർഡോ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കണോമിക്സ് ആൻഡ് ടാക്സേഷൻ, തിയറി ഓഫ് മണി ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ. അതുപോലെ തന്നെ തോമസ് റോബർട്ട് മാൽത്തൂസ്, തിയറി ഓഫ് പോപ്പുലേഷൻ, തിയറി ഓഫ് ഗ്ലെറ്റ്, ജീൻ ബാപ്റ്റിസ്റ്റ്, അതായത് JBC എന്ന് ഷോർട്ടായിട്ട് എപ്പോൾ പറയുക, സീസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി, മാർക്കറ്റ് ലോ. ഇതൊക്കെ ഈ ക്ലാസിക്കൽ ഇക്കണോമിക്സ് ഇവർ പറയുന്ന സപ്ലൈ ക്രിയേറ്റ്സ് ഓഫ് ഡിമാൻഡ്, അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ക്ലാസിക്കൽ ഇക്കണോമിക്സ്. അതുപോലെ തന്നെ പിയേഴ്സ് ജോസഫ്, ലൂയിസ് ബ്ലെയിൻ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. സ്റ്റേറ്റ് സോഷ്യലിസം. പിന്നെ കാറൽ മാർക്സ് വരുന്നത് സയൻറ്റിഫിക് സോഷ്യലിസ്റ്റ് ആയിട്ടാണ് ഈ കാറൽ മാർക്സ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, അതിനകത്ത് സർപ്ലസ് വാല്യൂവിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ്, അതിനകത്ത്
ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണലിസം. ഈ സ്ലേവറി അൺസിവിലൈസ്ഡ് കമ്മ്യൂണിസത്തിൽ നിന്ന് സ്ലേവറി സിസ്റ്റം, പ്രൊഡക്ഷൻ മെത്തേഡ്, ആ ഒരു മിഡിൽ ഏജിലുള്ള ആ കാര്യത്തെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ എഗെയിൻസ്റ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് ഈ ഈ കാറൽ മാർക്സിൻ്റെ കമ്മ്യൂണിസം. അത് ഫ്യൂഡലിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം ആയിട്ട് പോകുന്നു. അവർ കുറേ ആൾക്കാരുണ്ട്. ഫ്രെഡറിക് ഏഞ്ചൽസ്, പിന്നെ റോസ ലക്സംബർഗ്, റുഡോൾഫ് ഹിറ്റ്ലർ, പിന്നെ ലെനിൻ. പിന്നെ അവരിൽ തന്നെ ഡെമോക്രാറ്റിക് സോഷ്യലിസം ആയിട്ടാണ് അവരൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ആര് വരുന്നത്, ജെയിം കെയ്ൻസ്. ഈ സോഷ്യലിസ്റ്റ് ഇക്കണോമിക് തോട്ടിൻ്റെ ഉട്ടോപ്യൻ ഈ സോഷ്യലിസ്റ്റുകളുടെ ക്ലാസിക്കൽ ക്യാപിറ്റലിസം, റോബർട്ടോ, അങ്ങനെ കുറേ ഇക്കണോമിക്സ് തോട്ട്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇവരൊക്കെ ഈ സോഷ്യൽ ഇക്കണോമിക് തോട്ട് ചിന്തകന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ജെയിം കെയ്ൻസ്. അദ്ദേഹത്തിൻ്റെ ഇവരിൽ ഭൂരിഭാഗവും ഓരോ കാര്യത്തെക്കുറിച്ച് പറയുമെങ്കിലും അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ കെയ്ൻസ് പറയുന്നത്. കെയ്ൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയ്ൻസ് ക്ലാസിക്കൽസിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു സാമ്പത്തിക ചിന്തകനാണ്. അതായത് കെയ്ൻസ് ഉരുത്തിരിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസിക്കൽസിനോട് എല്ലാ കാര്യത്തിലും പൂർണ്ണമായി എഗെയിൻസ്റ്റ് ഉള്ള ആളാണ് കെയ്ൻസ്. അതായത് ക്ലാസിക്കൽസ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത മൈക്രോ ലെവൽ എക്കണോമിക്സ്. മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് തിയറി, എന്നാൽ മാക്രോ എന്ന് പറഞ്ഞാൽ ഇൻകം തിയറിയാണ്. അപ്പോൾ ഈ മൈക്രോ ഇക്കണോമിക്സിൽ ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് പറയാം. മാക്രോ ഇക്കണോമിക്സിൽ മൊത്തത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഒരു രാജ്യത്തെ എടുക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന എന്തൊക്കെ മാറ്റങ്ങൾ, അതിൽ മൈക്രോ ഇക്കണോമിക്സിൽ ഒരു പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതിനെക്കുറിച്ച് വ്യക്തമായി ചെറിയ ചെറിയ ഘടകങ്ങളെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ക്ലാസിക്കൽസ് പൂർണ്ണമായും ലോങ് റൺ ഇക്വിലിബ്രിയം സന്തുലിതാവസ്ഥ, അത് ലോങ് റൺ ആയിരിക്കും എന്ന് പറയുമ്പോൾ കെയ്ൻസ് പറയും അല്ല, അത് ഷോർട്ട് റൺ ആയിരിക്കും എന്ന് പറയും. അത് പാർഷ്യൽ ഇക്വിലിബ്രിയത്തെക്കുറിച്ച് പറയും ക്ലാസിക്കൽസ് ഇക്വിലിബ്രിയം. അപ്പോൾ കെയ്ൻസ് പറയും അങ്ങനല്ല, അത് മൊത്ത വരുമാനമാണ്. പിന്നെ അതുപോലെ തന്നെ കെയ്ൻസ് മറ്റൊരു കാര്യത്തിൽ പറയുന്നത് മൊത്ത വരുമാനം, മൊത്ത ഉൽപ്പന്നം, മൊത്തം തൊഴിൽ, മൊത്തം കൺസംഷൻ അല്ലെങ്കിൽ ഉപഭോഗം, ഇതൊക്കെയാണ് പറയുന്നത്. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റിലെ ആണ് കെയ്ൻസിൻ്റെ പ്രധാനമായിട്ടുള്ളത്. പിന്നെ പണത്തിനെക്കുറിച്ച് കെയ്ൻസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പണത്തിന് 2 മുഖ്യ ലക്ഷ്യങ്ങളാണുള്ളത്. പൂർണ്ണ തൊഴിലവസ്ഥ നേടിയെടുക്കാൻ വേണ്ടി ട്രേഡ് സൈക്കിൾ ഒഴിവാക്കിയാണ് ഈ മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം തന്നെ ഈ ട്രേഡ് പോളിസി, അതായത് വ്യാപാര ചക്രങ്ങളിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെ കുറയ്ക്കുകയും പൂർണ്ണ തൊഴിലവസ്ഥയിൽ സമ്പാദ്യങ്ങളും നിക്ഷേപങ്ങളും തമ്മിൽ സന്തുലിതാവസ്ഥ ഉളവാക്കുകയുമാണ്. പിന്നെ കെയ്ൻസ് മോണിറ്ററി പോളിസിനെ കുറിച്ച് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് സ്റ്റോക്ക്, ഇന്ന് നമ്മൾ പറയുന്നത് അത് മണി സ്റ്റോക്കാക്കിയിട്ട് അതിങ്ങനെ ഒരു ബോണ്ടിലാക്കിയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ഫ്ലോ ഓഫ് മണി, അതാണ് പറയുന്നത് കെയ്ൻസ്. പക്ഷേ ക്ലാസിക്കൽസ് അങ്ങനെയല്ല. ക്ലാസിക്കൽസ് പൂർണ്ണമായും മിഡിൽ നിന്നും വന്നതാണ്, മിഡിൽ ഏജിൽ നിന്നും വന്നതും. അതിൽ നിന്നും ഡയറക്റ്റ് വരുമ്പോൾ കെയ്ൻസ് ക്ലാസിക്കൽസിനെ പഠിച്ച് അതിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. അദ്ദേഹം പിന്നെ പ്രധാനപ്പെട്ട അദ്ദേഹം ഈ വാല്യൂ, അതായത് മൂല്യം, ഡിസ്ട്രിബ്യൂഷൻ, വിതരണം, ക്യാപിറ്റൽ, ഇതിനെക്കുറിച്ചൊന്നും തീരെ പറഞ്ഞിട്ടില്ല. അതെല്ലാം അങ്ങ് ഒഴിവാക്കാണ് കെയ്ൻസ് ചെയ്തത്. പിന്നെ ഇതാണ് ഈ ക്ലാസിക്കൽസും ഇതും. പിന്നെ ഈ
കെയ്ൻസ് അദ്ദേഹത്തിൻ്റെ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റിൽ കൂടുതലും എംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ തൊഴിലിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ഈ ഇക്കണോമിക് തോട്ട് എന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉരുത്തിരിഞ്ഞ അതിൻ്റെ ആ ഫ്ലോ. അപ്പോൾ നമ്മൾ ഇത് ഞാനിത് പറയാം, സാമ്പത്തിക ശാസ്ത്രത്തിൽ സാമ്പത്തിക ചിന്തയ്ക്കുള്ള പ്രാധാന്യമാണ്. അപ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രം ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ, അതായത് ഇന്ത്യയിലുള്ള ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ഒരു സർക്കാർ ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അത് രാജ്യത്തെ സ്ഥിതിവിവര കണക്ക് പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുകയും അവയുടെ മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ നിലവിൽ വന്നത് 1999 ഒക്ടോബർ 15-നാണ്. അതുവരെ അതിനു മുമ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം എടുത്തിരുന്നു, പക്ഷെ ഇത് ഒരു മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയതാണ്. അതുപോലെ തന്നെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റംസ് ട്രെയിനിങ് അക്കാദമി, അതിനു മുമ്പ് ആരും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാതിരുന്നിട്ടൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള സിസ്റ്റം ട്രെയിനിങ് അക്കാദമി വന്നത് 2009 ആണ്, ഫെബ്രുവരി 13-ന്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സും ഇക്കണോമിക്സും കൊമേഴ്സും ചേർന്നിട്ടുള്ള അതിൻ്റെ ആ ഒരു ഗ്രൂപ്പ്, ഇക്കണോമിക് ഗ്രൂപ്പാണ് ഞാനിവിടെ വ്യക്തമാക്കിയത്. ഓക്കെ.